നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തേർഡ് നോർമൽ ഫോം വരെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ജനറൽ ഡെഫിനിഷൻ ഓഫ് സെക്കൻഡ് നോർമൽ ഫോം ആൻഡ് തേർഡ് നോർമൽ ഫോം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ജനറൽ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതേ കാര്യം തന്നെ വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പം സെക്കൻഡ് നോർമൽ ഫോമിന് ഡെഫിനിഷൻ നോക്കുക. A relation schema R is in second normal form if every non-prime attribute A in R is not partially dependent on any key of R. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞ എന്തായിരുന്നു, ആർ എന്ന് പറയുന്ന റിലേഷൻ സ്കീമയ്ക്കകത്ത് അതിന്റെ പ്രൈമറി കീയുമായിട്ട് എല്ലാ നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളും ഫുള്ളി ഫംഗ്ഷണൽ ഡിപ്പെൻഡന്റ് ആകണം. അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ പാർഷ്യൽ ഡിപ്പെൻഡൻസി വെച്ച് പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞിരിക്കുന്നത്, ആർ എന്ന് പറയുന്ന റിലേഷനകത്ത് അതിന്റെ പ്രൈമറി കീയുമായിട്ട് എല്ലാ നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളും പാർഷ്യലി ഡിപ്പെൻഡന്റ് ആകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി പറയാൻ വേണ്ടി പോകുന്നത് തേർഡ് നോർമൽ ഫോമിന്റെ ഡെഫിനിഷൻ ആണ്. ഇതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷൻ നോക്കുക. ഡെഫിനിഷൻ: എ റിലേഷൻ സ്കീമ ആർ ഈസ് ഇൻ തേർഡ് നോർമൽ ഫോം if whenever a non-trivial functional dependency x to a holds in R, either x is a super key of R or a is a prime attribute of R. ഈ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു ടേം ആണ് നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ട്രിവിയൽ എന്നും നോൺ ട്രിവിയൽ എന്നും. ഒരു ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ടു എ ആണെന്ന് വിചാരിക്കുക. എക്സും എ എന്നും പറയുന്നത് ആർ എന്ന് പറയുന്ന റിലേഷൻ സ്കീമയ്ക്കകത്തെ ആട്രിബ്യൂട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എക്സിന്റെ ഒരു സബ്സെറ്റോ അല്ലെങ്കിൽ എക്സിനോട് ഈക്വലോ ആണെങ്കിൽ നമുക്ക് അവയെ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ആണെന്ന് പറയാം. എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എക്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ ഈക്വലോ അല്ലെങ്കിൽ സബ്സെറ്റോ ആണെങ്കിൽ നമുക്ക് അതിനെ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയാം. ഇനി എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എക്സിന്റെ സബ്സെറ്റ് അല്ല, അതിനോട് ഈക്വലും അല്ലെങ്കിൽ അവയെയാണ് നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ തേർഡ് നോർമൽ ഫോമിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കുക. എക്സിൽ നിന്നും എയിലേക്ക് ഒരു നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാവുകയാണെങ്കിൽ ഒന്നെങ്കിൽ എക്സ് എന്ന് പറയുന്നത് സൂപ്പർ കീ ആയിരിക്കണം, ആർ എന്ന് പറയുന്ന റിലേഷൻ സ്കീമയുടെ സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട് ആകണം. പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് കീക്കകത്ത് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആകണം എ എന്ന് പറയുന്നത്. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ ആർ എന്ന് പറയുന്ന റിലേഷൻ സ്കീമ തേർഡ് നോർമൽ ഫോമിലാകുമെന്നാണ് പറയുന്നത്. ആ കാര്യം ഓർത്തു വെക്കുക. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. എക്സിൽ നിന്നും എയിലേക്ക് നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാവുകയാണെങ്കിൽ, നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എക്സിന്റെ സബ്സെറ്റ് അല്ല, അങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ഉണ്ടാവുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രൈം ആട്രിബ്യൂട്ട് ആകണം, അതായത് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട് ആകണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്നത് സൂപ്പർ കീ ആയിരിക്കണം. അപ്പൊ അതാണ് ജനറൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബോയ്സ് കോഡ് ആണ്. ബോയ്സ് കോഡ് നോർമൽ ഫോം ആണ്. അപ്പൊ തേർഡ് നോർമൽ ഫോം കഴിഞ്ഞു വരുന്നതാണ് ബോയ്സ് കോഡ് നോർമൽ ഫോം. തേർഡ് നോർമൽ ഫോമിനെക്കാട്ടിലും കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു നോർമൽ ഫോം ആണ് ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്. ഇവിടെ സാധാരണയായിട്ട് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാല് തേർഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ, അതായത് ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആയിട്ടും തേർഡ് നോർമൽ ഫോമിലായിരിക്കണം. പക്ഷേ എല്ലാ തേർഡ് നോർമൽ ഫോമുകളും ബോയ്സ് കോഡ് നോർമൽ ഫോം ആകണമെന്നില്ല. അതായത് ബോയ്സ് കോഡ് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അത് ഓൾറെഡി തേർഡ് നോർമൽ ഫോം ആയിരിക്കണം. പക്ഷേ തേർഡ് നോർമൽ ഫോം റിലേഷൻ സ്കീമുകളെല്ലാം BCNF ആകണമെന്ന് നിർബന്ധമില്ല. ഇനി BCNFന്റെ ഡെഫിനിഷൻ എന്താന്നുള്ള കാര്യം നോക്കുക. എ റിലേഷൻ സ്കീമ R is in BCNF if whenever a non-trivial functional dependency x to a holds in R, then x is a super key of R. തേർഡ് നോർമൽ ഫോമുമായിട്ട് ബന്ധപ്പെട്ടാണ് BCNF ഇരിക്കുന്നത്. നമ്മൾ തേർഡ് നോർമൽ ഫോം പറഞ്ഞായിരുന്നു എക്സിൽ നിന്നും എയിലേക്ക് ഒരു നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടായാൽ ഒന്നെങ്കിൽ എക്സ് എന്ന് പറയുന്നത് സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട് ആകണം. അപ്പൊ ഇവിടെ പറയുന്ന കണ്ടീഷൻ ഒന്നേ ഉള്ളൂ. എന്താണ്? എക്സിൽ നിന്നും എയിലേക്ക് ആർ എന്ന് പറയുന്ന റിലേഷൻ സ്കീമയ്ക്കകത്ത് ഒരു നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടായാൽ ഉറപ്പായിട്ടും എക്സ് എന്ന് പറയുന്നത് ആറിന്റെ സൂപ്പർ കീ ആയിരിക്കണം. അതായത് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും കീ ആട്രിബ്യൂട്ട് തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. തേർഡിനകത്ത് പറയുന്നുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ പ്രൈം ആട്രിബ്യൂട്ട് വരാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കണ്ടീഷൻ നമ്മൾ ഇവിടെ എടുത്തു കളഞ്ഞു. എന്ത് മാത്രമേ പറ്റത്തുള്ളൂ? ലെഫ്റ്റ് സൈഡ് എപ്പോഴും കീ ആട്രിബ്യൂട്ട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ സൂപ്പർ കീ തന്നെ ആയിരിക്കണം വരണമെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിള് ലോഡ്സ് 1 എ എന്ന് പറയുന്നതാണ് റിലേഷൻ സ്കീമ. പ്രോപ്പർട്ടി ഐഡി എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രൈമറി കീ എന്ന് പറയുന്നത്. കൺട്രി നെയിമും ലോട്ടും ഏരിയയും നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളാണ്.
ഒന്നാമത്തെ ഫംഗ്ഷണൽ ഡിപെൻഡൻസി നോക്കുക. പ്രോപ്പർട്ടി ഐഡിയിൽ നിന്നുമാണ് കൺട്രി നെയിമും ലോട്ടും ഏരിയയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ പറയുമ്പോൾ എങ്ങനെ വന്നിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ കീ വാല്യൂ വന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ നോൺ പ്രൈം ആട്രിബ്യൂട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കുക, രണ്ടാമത്തെ ഫംഗ്ഷണൽ ഡിപെൻഡൻസി നോക്കുക. കൺട്രി നെയിമും ലോട്ടിൽ നിന്നുമാണ് ഏരിയയിലോട്ടും പ്രോപ്പർട്ടി ഐയിലോട്ടും ഫംഗ്ഷണൽ ഡിപെൻഡൻസി വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡ് കീ വാല്യൂ ആണ് വന്നിരിക്കുന്നത്, അല്ല നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് കീ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ BCNF അനുസരിച്ച് റൈറ്റ് സൈഡിൽ കീ വാല്യൂ വരാൻ പാടില്ല, ലെഫ്റ്റ് സൈഡിൽ മാത്രമേ കീ വാല്യൂ വരാനായിട്ട് പാടുള്ളൂ. അപ്പൊ FD2 എന്ന് പറയുന്നത് BCNF-ൽ അല്ല. ഇനി അടുത്ത FD5 എന്ന് പറയുന്ന ഡിപെൻഡൻസി നോക്കുക, ഏരിയയിൽ നിന്നും കൺട്രി നെയിമിലോട്ടാണ്. അതായത് രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിലാണ് ഇവിടെ ഡിപെൻഡൻസി വന്നിരിക്കുന്നത്. അപ്പൊ അതും തേർഡ് നോർമൽ ഫോമിലല്ല, ആക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെ ഈ തന്നിരിക്കുന്ന ലോഡ്സ് 1A എന്ന് പറയുന്ന റിലേഷണൽ സ്കീമാനെ BCNF സാറ്റിസ്ഫൈ ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് താഴെ തന്നിരിക്കുന്നത്. എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ, നമ്മൾ ആ ടേബിളിനെ ഡീകമ്പോസ് ചെയ്ത് രണ്ട് ടേബിൾസ് ആക്കി മാറ്റി. ഒന്നാമത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ ലോഡ്സ് 1AX എന്ന് പറയുന്ന ഒന്നാമത്തെ ടേബിള്, രണ്ടാമത്തെ ലോഡ്സ് 1AY എന്ന് പറയുന്ന രണ്ടാമത്തെ ടേബിള്. ഒന്നാമത്തെ ഫംഗ്ഷണൽ ഡിപെൻഡൻസി ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡ് കീ വാല്യൂവിൽ നിന്നും നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളിലേക്കുള്ള ഒരു ഫംഗ്ഷണൽ ഡിപെൻഡൻസി ആണ് തന്നത്, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ FD5 എന്ന് പറയുന്ന ഡിപെൻഡൻസി ആണ് ഇവിടെ തന്നിരിക്കുന്നത്, ഏരിയയിൽ നിന്നും കൺട്രി നെയിമിലോട്ട്. അപ്പൊ ഇവിടെ രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ ആയതുകൊണ്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിപെൻഡൻസി പറയാനായിട്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഏരിയ എന്ന് പറയുന്ന നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഡിപെൻഡൻസി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ കൺട്രി നെയിം വരാത്തതിന്റെ കാരണം എന്താ, ഏരിയയും കൺട്രി നെയിമും തമ്മിൽ ഡിപെൻഡൻസി ഉണ്ട്. അപ്പൊ ഇവിടെ കൺട്രി നെയിമും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിൽ ഇവിടെയും ഡിപെൻഡൻസി ഉണ്ടാകും. അത് തേർഡ് നോർമൽ ഫോമിൽ ആകിയില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കൺട്രി നെയിമിനെ ഒഴിവാക്കിയത്. അപ്പൊ ഈ ടേബിളിനെ ഡീകമ്പോസ് ചെയ്ത് ഈ രണ്ട് രീതിയിലാണ് BCNF സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആക്കി മാറ്റിയിരിക്കുന്നത്. ഇത് ഇതിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് തന്നിരിക്കുന്നത്. R എന്ന് പറയുന്ന റിലേഷൻ സ്കീമ, A എന്നും B എന്ന് പറയുന്നതാണ് അവിടുത്തെ കീ വാല്യൂസ്, C എന്ന് പറയുന്നത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട്. രണ്ട് ഡിപെൻഡൻസികൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ എയും ബി എന്ന് പറയുന്ന രണ്ട് പ്രൈമറി കീക്കകത്തെ ആട്രിബ്യൂട്ടുകളിൽ നിന്നുമാണ് C എന്ന് പറയുന്ന ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ് B എന്ന് പറയുന്ന ഒരു പ്രൈമറി കീയുടെ പാർട്ടിലോട്ട് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ FD1 മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. കാരണം എന്താ, പ്രൈമറി കീയുടെ എല്ലാ ആട്രിബ്യൂട്ടുകളിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടും വന്നു, ലെഫ്റ്റ് സൈഡിൽ കീ ആട്രിബ്യൂട്ട് വരികയും ചെയ്തു. FD2 എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡില് നോൺ പ്രൈം ആട്രിബ്യൂട്ട് വന്നു, റൈറ്റ് സൈഡിലാണ് കീ ആട്രിബ്യൂട്ട് വന്നത്. അപ്പൊ നമ്മുടെ തേർഡ് നോർമൽ ഫോം അല്ലെങ്കിൽ BCNF അനുസരിച്ച് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ കീ വാല്യൂസ് വരാൻ പാടുള്ളൂ, റൈറ്റ് സൈഡിൽ വരാനായിട്ട് പാടില്ല. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി ഉള്ളതാണ് ജോയിൻ ഡിപെൻഡൻസി. അതായത് ഫോർത്ത് നോർമൽ ഫോമും ഫിഫ്ത്ത് നോർമൽ ഫോമും ആണ് ഇനി പഠിക്കാൻ വേണ്ടിയുള്ളത്. അപ്പൊ ഫോർത്ത് നോർമൽ ഫോം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് മൾട്ടി വാല്യൂഡ് ഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡെഫിനിഷൻ നോക്കുക, മൾട്ടി വാല്യൂഡ് ഡിപെൻഡൻസി X to Y specified on relation schema R where X and Y are both subsets of R specifies the following constraint on any relation state R of R if two tuples T1 and T2 exist in R such that T1 of X equal to T2 of X, then two tuples T3 and T4 should also exist in R with the following properties, where we use Z to denote R minus X union by A. അതായത് നമ്മൾ ഫോർത്ത് നോർമൽ ഫോം ആണ് അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് മൾട്ടി വാല്യൂഡ് ഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം. അപ്പൊ മൾട്ടി വാല്യൂഡ് ഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞൊരു റിലേഷൻ സ്കീം എടുത്താൽ അവിടെ വരുന്ന ഒരു ഡിപെൻഡൻസിയാണ് എക്സിൽ നിന്നും വൈയിലോട്ടുള്ളത്. എക്സ് ഡിപെൻഡൻസ് ടു വൈ എന്ന് പറയുന്നത്. അവിടെ ഒന്നിലധികം ടപ്പിൾസിന് എക്സിന്റെ വാല്യൂ സെയിം തന്നെ വരാം. ഒന്നിലധികം ടപ്പിൾസിന് എക്സിന്റെ വാല്യൂ സെയിം തന്നെ വരാം. അതുപോലെ തന്നെ രണ്ട് ടപ്പിൾസിന് വൈയുടെ വാല്യൂവും സെയിം തന്നെ വരാം. അതുപോലെ തന്നെ ഇസഡ് എന്ന് പറയുന്ന മറ്റൊരു ആട്രിബ്യൂട്ടിനും രണ്ട് ടപ്പിൾസിനകത്ത് സെയിം ആയിട്ടുള്ള വാല്യൂസ് വരാം. അപ്പൊ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എക്സ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിന്റെ സിംഗിൾ വാല്യൂ
വാല്യൂ y എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെയും z എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെയും മൾട്ടിപ്പിൾ വാല്യൂയുമായിട്ട് ഡിപ്പെൻഡഡ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുക, x എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിന്റെ സിംഗിൾ വാല്യൂവിനെ y എന്നും z എന്നും പറയുന്ന മറ്റു രണ്ട് ആട്രിബ്യൂട്ടുകളുടെ മൾട്ടിപ്പിൾ വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിനെയാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഈ നെയിം x ആയിട്ട് എടുക്കുക, p നെയിം y ആയിട്ട് എടുക്കുക, d നെയിം z ആയിട്ട് എടുക്കുക. അപ്പൊ x എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ ടപ്പിൾസിനകത്തും സെയിം വാല്യൂസ് വരാം എന്നുള്ളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇനി y എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് ടപ്പിൾസിനകത്ത് സെയിം വാല്യൂസ് വരാമെന്ന് പറയുന്നുണ്ട്. ഈ z എന്ന് പറയുന്ന ടപ്പിൾസിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് ടപ്പിൾസിനകത്ത് ഇവിടെയും സെയിം വാല്യൂ വരാമെന്ന് പറയുന്നുണ്ട്. അതായത് x എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ ഒരൊറ്റ വാല്യൂ എന്ന് പറയുന്നത് y എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെയും z എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെയും മൾട്ടിപ്പിൾ വാല്യൂസുമായിട്ട് ഡിപ്പെൻഡഡ് ആണെന്നാണ് പറയുന്നത്. അതായത് എക്സിന്റെ ഒരു ഒറ്റ വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് വൈയുടെ രണ്ട് വാല്യൂനെ ഡിഫൈൻ ചെയ്യാം, അതുപോലെ തന്നെ ഇസഡിന്റെ രണ്ട് വാല്യൂനെ ഡിഫൈൻ ചെയ്യാം. അങ്ങനെയുള്ള കാര്യമാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ ഡബിൾ ആരോ യൂസ് ചെയ്തിട്ട്. ഇത് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് എക്സ് മൾട്ടി ഡിറ്റർമൈൻസ് വൈ എന്നാണ് പറയുന്നത്. എക്സ് മൾട്ടി ഡിറ്റർമൈൻസ് വൈ, അതായത് എക്സിന്റെ ഒരു സിംഗിൾ വാല്യൂവിനെ വൈയുടെ മൾട്ടിപ്പിൾ വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇപ്പൊ എക്സിന് 4 ടപ്പിൾസിനകത്ത് 1 എന്നാണ് വാല്യൂ വരുന്നതെങ്കിൽ വൈക്ക് എത്ര വാല്യൂ കാണും? വൈക്ക് അവിടെ 2 വാല്യൂസേ കാണത്തുള്ളൂ, 1ഉം 2ഉം കാണും. അപ്പൊ എക്സിന്റെ 1 എന്നുള്ള വാല്യൂവിനെ വൈയുടെ 1ഉം 2ഉം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സിൽ നിന്നും വൈയിലേക്ക് ഒരു മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ആട്രിബ്യൂട്ട് ആയ ഇസഡിലോട്ടും ഒരു മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഉണ്ടാകാം എന്നാണ് പറയുന്നത്. എക്സിൽ നിന്ന് വൈയിലോട്ട് ഒരു മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും മൂന്നാമതായിട്ട് വരുന്ന ആട്രിബ്യൂട്ടിലോട്ട് എക്സിൽ നിന്നും ഒരു മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസിയെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ട്രിവിയൽ എന്നും നോൺ ട്രിവിയൽ എന്നും. ട്രിവിയൽ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസിയും നോൺ ട്രിവിയൽ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസിയും. ഇനി ട്രിവിയൽ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്നും വൈയിലോട്ടാണ് ഒരു മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. എക്സും വൈയും രണ്ട് ആട്രിബ്യൂട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് എക്സിന്റെ സബ്സെറ്റ് ആണെങ്കിൽ, y എന്ന് പറയുന്നത് എക്സിന്റെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്കതിനെ ട്രിവിയൽ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്ന് പറയാം. അതായത് എക്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും y എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും കൂടെ കൂടി ചേരുന്നതാണ് നമ്മുടെ R എന്ന് പറയുന്ന റിലേഷൻ സ്കീമ. അങ്ങനെയാണെങ്കിലാണ് ട്രിവിയൽ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇനി നോൺ ട്രിവിയൽ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നെങ്കിലോ അവിടെ രണ്ടിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് വരികയാണെങ്കിൽ, അതായത് നമ്മൾ ഇസഡ് വരുന്ന കേസ് എക്സ് എന്നും വൈ എന്നും ഇസഡ് എന്നും പറയുന്ന 3 ആട്രിബ്യൂട്ടുകൾ വരികയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് എക്സിന്റെ സബ്സെറ്റ് ഇല്ലെന്നും വിചാരിക്കുക. എക്സ് എന്നും വൈ എന്നും ഇസഡ് എന്നും പറയുന്ന 3 ആട്രിബ്യൂട്ടുകൾ വരുന്നുണ്ട്, വൈ എന്ന് പറയുന്നത് എക്സിന്റെ സബ്സെറ്റ് അല്ലെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കൂടെ കൂടുമ്പോൾ ആർ എന്ന് പറഞ്ഞൊരു റിലേഷൻ സ്കീമ കിട്ടത്തില്ലല്ലോ. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ നോൺ ട്രിവിയൽ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്.